തിരുവനന്തപുരത്ത് ആർ ശ്രീലേഖ മുൻ IPS ഓഫീസർ വിജയിച്ചിരിക്കുന്നു BJPക്ക് വേണ്ടി എന്നതാണ് പുതിയ ഒരു വിവരമായി നമുക്കിപ്പോൾ പങ്കുവെക്കാനുള്ള. വിജിൻ വായന്തോട്, വിജിൻ, BJP കോർപ്പറേഷൻ പിടിച്ചോ? അങ്ങനെ ഈ ഘട്ടത്തിൽ പറയാൻ കഴിയും. കാരണം BJPയുടെ വലിയ മുന്നേറ്റം തന്നെയാണ് നിലവിൽ നടന്നുകൊണ്ടിരിക്കുന്നത്. ഇപ്പോൾ തെരഞ്ഞെടുപ്പ് കമ്മീഷന്റെ ഔദ്യോഗികമായ സൈറ്റിൽ പുതിയ വിവരങ്ങൾ ഇപ്പോൾ ലഭ്യമാകുന്നില്ല. നിലവിലെ കണക്കനുസരിച്ച് 28, 16, 13 എന്നുള്ളതാണ്. നിലവിൽ ഈ 13 എന്നുള്ള കോൺഗ്രസിന്റെ സംഖ്യ മറികടന്ന് LDFനെ പിന്നിലാക്കിയിരിക്കുന്നു എന്നുള്ള തരത്തിലുള്ള വിവരങ്ങൾ ഉൾപ്പെടെ പുറത്തു വരുന്നുണ്ട്. എന്തായാലും KS ശബരിനാഥൻ വിജയിച്ചിരിക്കുന്നു. ഒപ്പം തന്നെ NDA കോർപ്പറേഷൻ മേയറായി ഒരുപക്ഷെ ഉയർത്തിക്കാട്ടാൻ പോകുന്ന ആർ ശ്രീലേഖ, മുൻ IPS ഉദ്യോഗസ്ഥ ആർ ശ്രീലേഖ വിജയിച്ചിരിക്കുന്നു എന്നുള്ള വിവരങ്ങളാണ് വരുന്നത്. 600 ചില്ലാനം വോട്ടിനാണ് ശാസ്തമംഗലം വാർഡിൽ NDA സ്ഥാനാർത്ഥി ആർ ശ്രീലേഖ നിലവിൽ വിജയിച്ചിരിക്കുന്നത്. ഒപ്പം തന്നെ ശബരിനാഥൻ 100-ൽ താഴെ വോട്ടുകൾക്കാണ് വിജയിച്ചത് എന്നുള്ള വിവരങ്ങളാണ് പുറത്തു വരുന്നത്. എന്തായാലും വലിയ മുന്നേറ്റം LDFനെ പിന്നിലാക്കി NDAയും കോൺഗ്രസും നടത്തുന്നു എന്നുള്ളതാണ് ഈ ഘട്ടത്തിൽ പറയാൻ കഴിയുക. ശരി, എന്തായാലും ഇത് തിരുവനന്തപുരം LDFനെ സംബന്ധിച്ച് ഈ തെരഞ്ഞെടുപ്പിൽ കിട്ടാൻ പോകുന്ന ഏറ്റവും വലിയ ആഘാതം എന്ന കാര്യത്തിൽ ഒരു തർക്കവുമില്ല. തിരുവനന്തപുരം കോർപ്പറേഷൻ നഷ്ടപ്പെടുക എന്ന് മാത്രമല്ല, കയ്യിൽ നിന്ന് പോകുന്നു എന്ന് മാത്രമല്ല, BJP അവിടെ വിജയിക്കുന്നുവെന്നത് നീ വിശദീകരിക്കാൻ കഴിയാത്ത ആഘാതമായിട്ട് മാറാൻ പോവുകയാണ്. ഞങ്ങളാണ് ഇതിന്റെ എല്ലാം പൂട്ട് ഇട്ടുവെക്കുന്ന പാർട്ടി എന്ന അവരുടെ അവകാശവാദത്തിന് ഒരു വലിയ പരിക്ക് പറ്റാൻ പോകുന്നു. അവിടെ പിടിച്ചെടുക്കുന്ന സീറ്റുകൾ ആരുടേതാണ്? കോൺഗ്രസ് അവിടെ മെച്ചപ്പെടുത്തിയ നിലയുടെ കണക്കെത്രയാണ് നമ്മൾ കാണുകയല്ലേ. പക്ഷെ അതിനപ്പുറം എന്തുകൊണ്ട് തോറ്റുപോയി പ്രധാനപ്പെട്ട സ്ഥാനാർത്ഥികൾ? എന്തുകൊണ്ട് തിരുവനന്തപുരം കോർപ്പറേഷൻ നിലനിർത്താൻ കഴിഞ്ഞില്ല? എന്തുകൊണ്ട് തലസ്ഥാനം നിങ്ങളുടെ ജാഗ്രത കുറവുകൊണ്ട് BJP കൊണ്ടുപോയി? ആ ചോദ്യത്തിന് മറുപടി പറയേണ്ടി വരില്ലേ? അത് കോൺഗ്രസിന്റെ വോട്ട് കൊണ്ടാണെന്നുള്ള വിശദീകരിക്കാൻ ഒരു നിലയ്ക്കും കഴിയാത്ത കണക്കാണ് അവിടെ ഉള്ളത്. സോ അതുകൊണ്ട് ഈ തെരഞ്ഞെടുപ്പിൽ വിജയമുണ്ടാക്കാൻ കഴിഞ്ഞില്ല എന്ന് മാത്രമല്ല, ആധികാരികമായ ആധിപത്യം ഉണ്ടാക്കാൻ കഴിഞ്ഞില്ല എന്ന് മാത്രമല്ല, തലസ്ഥാനം നഷ്ടപ്പെട്ടു പോകുകയാണ്. എന്ന് വെച്ചാൽ അവിടെ BJPയുടെ മേയർ ഭരിക്കാൻ പോകുന്നതാണ് കഥ. കേന്ദ്ര സർക്കാർ ഭരിക്കുമ്പോൾ ഡൽഹിയിൽ അരവിന്ദ് കെജ്രിവാൾ മുഖ്യമന്ത്രി ആയതുപോലെയുള്ള സാഹചര്യം നേരെ അതിന്റെ ഉൾട്ട സംഭവിക്കാൻ പോകുന്നു. ചെറിയ രാഷ്ട്രീയ പൊല്ലാപ്പൊന്നുമല്ല അത് ഉണ്ടാക്കാൻ പോകുന്നത് എന്നിനി കാണാൻ പോകുന്നതേ ഉള്ളൂ. അതുകൊണ്ട് തന്നെ അതൊരു വലിയ തോൽവിയാണ്, സംശയമില്ല. തൃശ്ശൂരിലെ ലോക്സഭാ തെരഞ്ഞെടുപ്പ് പരാജയത്തെക്കാൾ LDFനെ സംബന്ധിച്ച് വലിയ തോൽവിയാണ്. തീർച്ചയായിട്ടും. സിജോ വർഗീസ് ആയിരുന്നു കൊച്ചിയിൽ നിന്ന്. സിജോ, കൊച്ചിയിൽ വിജയം ഉറപ്പിച്ചോ UDF? അജിംസ്, എന്തായാലും നമുക്ക് പുറത്ത് വോട്ടെണ്ണൽ നടക്കുന്ന മഹാരാജാസ് കോളേജിലെ ഗ്രൗണ്ടിന്റെ പുറത്തുനിന്നുള്ള ഒരു കാഴ്ചയാണ്. പുറത്തുനിന്ന് നമുക്ക് കാണാൻ സാധിക്കും വളരെയധികം ആവേശത്തോടുകൂടി തന്നെ ആളുകളെല്ലാം തന്നെ എത്തിയിട്ടുണ്ട്. UDFനാണ് ഏറ്റവും പ്രധാനപ്പെട്ട ഒരു മേൽക്കൈ ഈ തവണ. അവർക്കാണ് ഏറ്റവും കൂടുതൽ സന്തോഷം. അതായത് കൊച്ചി കോർപ്പറേഷൻ ഒരർത്ഥത്തിൽ തിരിച്ചു പിടിച്ചു എന്ന് നമുക്ക് പറയാൻ സാധിക്കുന്ന ഒരവസ്ഥയിലേക്ക് കാര്യങ്ങൾ നീങ്ങിയിരിക്കുന്നു. നിലവിൽ 40 UDF, LDF 17, NDA 3 എന്നിങ്ങനെയാണ് കക്ഷിനില. അതായത് കഴിഞ്ഞ വർഷം സംബന്ധിച്ച് ഏറ്റവും പ്രധാനപ്പെട്ട ഒരു കാര്യം UDF പ്രധാനപ്പെട്ട നേരിട്ട് ഒരു വെല്ലുവിളി, വിമതരുടെ ഒരു പ്രശ്നം, അതുപോലെ തന്നെ ഉൾപാർട്ടി രാഷ്ട്രീയം, ഇതെല്ലാം തന്നെയായിരുന്നു ഈ UDFന്റെ കയ്യിലിരുന്ന സീറ്റ് നഷ്ടപ്പെടുത്തി, അല്ലെങ്കിൽ കയ്യിലിരുന്ന ഭരണം നഷ്ടപ്പെടുത്തി LDFന്റെ കയ്യിലേക്ക് ഈ കോർപ്പറേഷൻ ഭരണം എത്തിച്ചത്. പക്ഷേ ഇത്തവണ ആദ്യഘട്ടത്തിൽ പ്രചരണം LDFന് ഒപ്പമായിരുന്നു, LDFനാണ് മുൻതൂക്കമെങ്കിൽ പിന്നീട് അങ്ങോട്ട് UDF അതിന് ചിട്ടയായ പ്രവർത്തനം മുമ്പോട്ട് കൊണ്ടുപോകുന്ന ഒരു കാഴ്ചയാണ് കാണാൻ സാധിക്കുന്നത്. എന്തായാലും അക്കാര്യത്തിൽ അതുമായി ബന്ധപ്പെട്ട പ്രതികരണങ്ങളും ഫലസൂചനകളുമാണ് പുറത്തു വന്നുകൊണ്ടിരിക്കുന്നത്. ഏറ്റവും പ്രധാനപ്പെട്ട ഒരു കാര്യം, കൊച്ചി കോർപ്പറേഷനിലേക്ക് UDFന് വലിയ രീതിയിൽ മുന്നേറ്റം ഉണ്ടാക്കാൻ കഴിഞ്ഞിരിക്കുന്നു. ഏറ്റവും പ്രധാനമായും മേയർ സ്ഥാനത്തേക്ക് പരിഗണിക്കപ്പെട്ടിരിക്കുന്ന 3 വനിതകളടക്കം, ദീപ്തി മേരി വർഗീസ് അടക്കമുള്ള ആളുകൾ ജയിച്ചിരിക്കുന്നു എന്നുള്ളതാണ്. നിലവിൽ 40 UDFന് 40, LDFന് 17, NDAക്ക് 3 എന്നിങ്ങനെയാണ് കക്ഷിനില. എന്തായാലും കൊച്ചി കോർപ്പറേഷൻ കാലങ്ങൾക്ക് ഇപ്പുറം തിരിച്ചു പിടിക്കുന്ന ഒരു സ്ഥിതിയിലേക്ക് പോയിരുന്നു. പുറത്ത് ആഘോഷങ്ങൾ ആളുകൾ മുമ്പോട്ട് അവർ ആഘോഷത്തിന്റെ പരിധിയിലാണ്. എന്തായാലും കോർപ്പറേഷനിൽ ഒരു UDF തരംഗമൊക്കെ കാണുന്നുണ്ട്. എങ്ങനെയാ? കോർപ്പറേഷനിലെ 3-2 ഭൂരിപക്ഷത്തിലേക്കാണ് UDF പോകുന്നത്. എറണാകുളം ജില്ലയിലെ സമ്പൂർണ്ണ വിജയമാണ്, ജില്ലാ പഞ്ചായത്തിലെ പരിപൂർണ വിജയമാണ്. കോർപ്പറേഷൻ 3-2 ഭൂരിപക്ഷം, മുനിസിപ്പാലിറ്റികളെല്ലാം തന്നെ തൃക്കാക്കരയും കളമശ്ശേരിയും ഒക്കെ 3-2 ഭൂരിപക്ഷത്തിലേക്ക് പോവുകയാണ്. ഒരു വൻ വിജയമാണ് എറണാകുളത്ത് നടക്കുന്നത്. തെക്കൻ ജില്ലകളെല്ലാം ഇത് തുറന്നുകൊണ്ടിരിക്കുകയാണ്. UDFന്റെ ഒരു ചിട്ടയായ പ്രവർത്തനമാണ് ഇതിന് കാരണം. ഒരു കഴിഞ്ഞ വർഷത്തെ പോലെ ഒരു ഉൾപാർട്ടി പോര അങ്ങനെ കാര്യങ്ങളൊന്നും ഇതിൽ ഏശിയില്ല എന്നാണ്. തീർച്ചയായിട്ടും UDF ഒറ്റക്കെട്ടായിട്ട് പ്രവർത്തിച്ചു എന്നതിന്റെ വിജയമാണ്. ഈ വിജയം അസംബ്ലി തെരഞ്ഞെടുപ്പിൽ ആവർത്തിക്കപ്പെടും, യാതൊരു തർക്കവുമില്ല. പൊതുസമൂഹം ഈ സർക്കാരിനെതിരാണ്. ഇത് സർക്കാർ വിരുദ്ധ വികാരമാണ്. കേരളം ഒട്ട് കലയിടിക്കുകയാണ്. കണ്ണൂർ വരെ അലയൊളിച്ചുകൊണ്ടിരിക്കുകയാണ്.
പക്ഷേ എന്തായാലും പൊതുസമൂഹം ഏറ്റെടുത്ത അല്ലെങ്കിൽ പൊതുസമൂഹത്തിന്റെ ഒരു ആവശ്യമുണ്ടായിരുന്നു. ആ ആവശ്യമാണ് ഇപ്പോൾ ഈ വിധിയെഴുത്തിലൂടെ പ്രഖ്യാപിച്ചിരിക്കുന്നത്. അത് കൊച്ചി കോർപ്പറേഷൻ ജനങ്ങൾ ആഗ്രഹിക്കുന്നത് കൊച്ചി കോർപ്പറേഷൻ UDFന്റെ കൈകളിൽ എത്തണമെന്നാണ്. അതനുസരിച്ചുള്ള വിധിയും അതനുസരിച്ചുള്ള ഫലപ്രഖ്യാപനവുമാണ് ഉണ്ടായിരിക്കുന്നത്. ജനവിധി മാനിക്കുന്നു എന്നടക്കമുള്ള കാര്യങ്ങളാണ് ഈ നേതാക്കളടക്കം അല്ലെങ്കിൽ ഈ തെരഞ്ഞെടുക്കപ്പെട്ട് വന്ന ആളുകളടക്കം ജനപ്രതിനിധികളടക്കം പങ്കുവെക്കുന്ന ഒരു കാര്യം.